ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മീൻകറിയാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂരമീനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം എണ്ണയിലൊന്ന് ഈ പൊടിയൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ അരപ്പ്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനത് ചൂടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടി പെട്ടെന്ന് കരിയാതെ നമ്മളെ കറക്റ്റ് പരുവത്തിന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതേ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ തക്കാളി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പുളിയും കൂടി കാണും. അപ്പോൾ നമ്മൾ എടുത്ത അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറിക്ക് നമുക്ക് എത്ര വെള്ളം വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി ആയിരിക്കും. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുടംപുളിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വറ്റിയൊക്കെ വെള്ളമൊക്കെ കറക്റ്റ് ചാറൊക്കെ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഇത് വറ്റി വരും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. കൂടെ തന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.